നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 2 ദിവസം മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, കൺഫേംഡ് നെയ്മർ വേൾഡ് കപ്പ് ടീമിൽ. അതിൽ നമ്മൾ ഒരു കൺഫർമേഷൻ അങ്ങ് പറയുകയായിരുന്നു. വേൾഡ് കപ്പ് ടീമിൽ എന്തായാലും നെയ്മർ ഉണ്ടാകും. 41,000-ലധികം ആളുകൾ ആ വീഡിയോ കണ്ടു. അത് നെയ്മറോടുള്ളൊരു ആവേശം കൊണ്ടാണ്. പക്ഷെ അതിൽ പലരും സംശയം ഉന്നയിച്ചു, എവിടെയാണ് തൻ്റെ സോഴ്സ്, അതുപോലെ എന്താണ് തൻ്റെ സോഴ്സ് എടുത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണോ, വെറുതെ ആളെ കൊതിപ്പിക്കരുത്, കളിപ്പിക്കരുത് എന്നൊക്കെ നെയ്മറോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. പക്ഷേ ആ വീഡിയോയിൽ നമ്മളന്ന് പറഞ്ഞത് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ UOL റിപ്പോർട്ടർ ലൂക്കാസ് മോസെറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ച് നമ്മളങ്ങ് കൺഫേം ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൺഫേംഡ് എന്ന് പറയുന്നുണ്ടായിരുന്നില്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളിൽ നിന്ന് നമ്മൾ അപഗ്രഥിച്ചതാണ്. അതോടൊപ്പം തന്നെ മറ്റ് ബ്രസീലിയൻ മാധ്യമങ്ങൾ നമ്മൾ തറവായിട്ടൊന്ന് അനലൈസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ നെയ്മറെ ഇനി ഒഴിവാക്കാൻ ആഞ്ചലോട്ടിക്ക് കഴിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മറ്റ് ആരും കൺഫേംഡ് എന്ന് പറഞ്ഞില്ലെങ്കിലും അത് നമുക്ക് മനസ്സിലായ വിവരം വെച്ച് കൺഫേംഡ് നമ്മൾ പറഞ്ഞത്. അത് ഒരർത്ഥത്തിലൊരു ഗാംബ്ലിംഗ് ആയിരുന്നു. ഷാവുലൊക്കെ എന്നോട് ചോദിച്ചതാണ്, ഇത് പണി കിട്ടൂലേ, നമുക്ക് ഇത് ഇപ്പം നെയ്മർ ടീമിൽ ഇല്ലെങ്കിൽ എന്താവും. അപ്പോൾ നമുക്കത് പക്ഷെ ഉറപ്പുണ്ടായിരുന്നു, കാരണം അത്തരത്തിലുള്ള ന്യൂസുകളായിരുന്നു. കാരണം സാൻഡോസ് നിന്ന് സ്പെഷ്യൽ ഡാറ്റ നെയ്മറുടേത് CBF എടുപ്പിക്കുന്നു. ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഡാറ്റ ചോദിച്ചിട്ടേ ഇല്ല എന്ന് ലൂക്കാസ് മോസെറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. ഗ്ലോബോയിലും അതേ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ടായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ നെയ്മർ ജൂനിയർ ഓൾമോസ്റ്റ് വിശ്വസിക്കുന്നു അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നെയ്മർ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇല്ലെങ്കിലും ഒരു പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലെങ്കിലും കളിക്കും എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നു. ഇതൊക്കെ വെക്കുമ്പോൾ പിന്നെ നെയ്മർ സ്ക്വാഡിൽ ഉണ്ടാവും എന്നുള്ളത് കൺഫേം ചെയ്യാൻ ഫുട്ബോൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളത് അന്ന് ഒരു റിസ്ക് എന്ന രൂപത്തിൽ തന്നെ അങ്ങ് പ്രഖ്യാപിച്ച് അന്നത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിനാണെന്ന് പറയുകയാണ്. മൊസെറ്റിയെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം 100% കൺഫർമേഷൻ പറഞ്ഞില്ല, ഹ്യൂജ് ചാൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ബട്ട് നമ്മളതങ്ങ് കൺഫേം ചെയ്തു. നമ്മൾ കൺഫേം ചെയ്തു പിന്നെ കാണുന്നത് രാത്രി ഒരു സുഹൃത്ത് അയച്ചിരുന്ന വീഡിയോ ചില നമ്മുടെ മലയാള മാധ്യമങ്ങൾ കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അതായാലും വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്നയാളാണ് എന്ന് പ്രഖ്യാപിച്ചത് 12 മണിക്ക്, ഞങ്ങളത് റിപ്പോർട്ട് കൊടുത്തത് 11:40 എന്നൊക്കെ പറഞ്ഞ് പ്രമുഖ ചാനലുകൾ വാർത്ത കൊടുക്കുന്നത്. അതുപോലെ നമ്മളും പറയുകയാണ്, 2 ദിവസം മുമ്പേ നമ്മൾ കൺഫേം ചെയ്തിരുന്നു നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടാകും. അന്നത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ഒന്ന് നോക്കാം. പരസ്യമാണ് ആദ്യം, അത് പരസ്യം കഴിഞ്ഞാലാണല്ലോ ഇപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും ആ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നെയ്മർ സ്ക്വാഡിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മളങ്ങ് ഒരു ഗാംബ്ലിംഗ് പോലെയാണെന്ന് എടുത്ത് പറയാം. പക്ഷെ നമുക്ക് 100% ഉറപ്പുണ്ടായിരുന്നു ആഞ്ചലോട്ടിക്ക് നെയ്മറെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് തന്നെയാണ്. നോക്കാം അന്നത്തെ വീഡിയോ. ആരാധകരുടെ കാത്തിരിപ്പിന് അറുതിയാവുകയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കാർലോ ആഞ്ചലോട്ടി ബ്രസീൽ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നിപ്പോ ബ്രസീലിയൻ മാധ്യമം നോക്കുക. അന്ന് നമ്മളൊരു ബ്രസീലിയൻ മാധ്യമത്തിൻ്റെ സൂചനകൾ വെച്ചിട്ട് അപഗ്രഥിച്ചങ്ങ് പറയുകയാണ്, ബ്രസീൽ ടീമിൽ ഉണ്ടാവും. ഉണ്ടായി എന്ന് മാത്രമല്ല, അതാണ് ഇനിയല്ലേ പൂരം തുടങ്ങുന്നത്. നെയ്മറുടെ പേരങ്ങ് അനൗൺസ് ചെയ്യുമ്പോൾ ആഞ്ചലോട്ടി പോലും ഞെട്ടിയിട്ടുണ്ടാകും. ആ ആളിലിരിക്കുന്നവരെല്ലാവരും ആഘോഷത്തിമിർപ്പിലേക്ക് മാറുന്നു. പിന്നെ ഇപ്പോൾ ബ്രസീലിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ചെറിയ കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, പ്രായമായവർ ഒക്കെ ആഘോഷിക്കുകയാണ് നെയ്മർ സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ബ്രസീൽ ടീമിൻ്റെ ഹോപ്പാണ് നെയ്മർ ജൂനിയർ. കഴിഞ്ഞ കുറേ കാലമായിട്ട് അദ്ദേഹമാണ് ടീമിനെ ക്യാരി ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം കളിക്കാതായപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ക്വാഡിൽ ഇല്ലാതായപ്പോൾ ബ്രസീൽ ടീമിൻ്റെ അവസ്ഥ എത്രത്തോളം ഡിപ്ലീറ്റഡ് ആണ് എന്ന് നമ്മൾ കണ്ടതാണ്. ആഞ്ചലോട്ടിക്ക് മറ്റും മാർഗമുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരികയല്ലാതെ. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കൺഫേം ചെയ്തു, അത് നിങ്ങളിലേക്ക് എത്തിച്ചു. ഇപ്പോഴിതാ അത് ഒഫീഷ്യലാവുകയും ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.